ശിവന്റെ ഉദ്ദേശം നാം അദ്ദേഹത്തെ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നാം മനസ്സിലാക്കുമ്പോഴേ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുള്ളൂ. ഇന്ദ്രിയമായിരിക്കുന്നതെല്ലാം തന്നെ പരിമിതം മാത്രവും. ശിവനെന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യമാണ്. ഈശ്വരൻ നാമായി തീർന്നത് തന്നെ. നോക്കൂ, ഞാൻ ഈശ്വരനോ നിങ്ങൾ ഈശ്വരനോ എന്നുള്ളൊരു പദമല്ല, നമ്മൾ എല്ലാം ഈശ്വരനാന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുന്നൊരു നിമിഷം. ഈശ്വരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്പൈഡർമാനെ പോലെ എന്തൊക്കെയോ എക്സ്ട്രാ ഓർഡിനറി പവറുള്ള ഒന്നല്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ എപ്പോഴും ഈശ്വരൻ ഒരു ഫാൻറ്റസിയാണ്. എന്നാൽ നോക്കൂ, നമ്മുടെ ഈ ജീവിതം തന്നെ അനുഭവമല്ലേ, എല്ലാം ഒരു ഫീലിങ്സ് അല്ലേ. ഈ ഫീലിങ്ങിൻ്റെ ഏറ്റവും ഉയർന്ന ഫീലിംഗ് നമ്മുടെ അച്ഛനും അമ്മയോ പങ്കാളിയോ തരുന്നതിന് ഉപരിയായിട്ടുള്ള സ്നേഹത്തിൻ്റെ അനുഭവം. നമ്മുടെ ചിന്തകളെല്ലാം ഒതുങ്ങിയിരുന്ന് വ്യക്തമായി നമ്മൾ ശാന്തിയോടിരിക്കുന്ന ഒരവസ്ഥ. ബോധമെന്ന് പറയുന്നതും നോക്കൂ, ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ അനുഭവവുമായി ബന്ധപ്പെടുത്തി മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ജീവിത അനുഭവം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാഴ്ചപ്പാട് തുറന്നു കിട്ടുള്ളൂ. കാഴ്ചപ്പാടിനെ മാറ്റാൻ കഴിയുന്ന ഒരു ബോധാവസ്ഥ. നോക്കൂ, നമ്മുടെ ഈ തലച്ചോറിൽ ഇൻഫോർമേഷനാണ് കൂടുതലും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും വിലയിരുത്തുന്നത്. അതേസമയം നമുക്ക് ധ്യാനം എന്ന് വെച്ചാൽ എന്താണ്? ബോധം. നമ്മുടെ ബുദ്ധിയുടെ വികാസം സംഭവിക്കുകയാണ്. നമ്മുടെ ആത്മാവിനെ വികസിപ്പിക്കുകയാണ്. ജന്മജന്മാന്തരം എടുത്ത് അറിയേണ്ട കാര്യം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ തിരിച്ചറിയുകയാണ് ആ ബോധവുമായി ചേർന്നിരുന്നു. അതൊറ്റ ദിവസം കൊണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ബന്ധപ്പെടുകയാണ്, കണക്ഷനാവുകയാണ്. അത് നമ്മൾ മെല്ലെ 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 നമ്മളിലേക്ക് ആ ബോധ പ്രക്രിയ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. ആരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റുകയാണ്. അതുമായിരുന്നു നമ്മൾ പ്യൂരിറ്റി പറഞ്ഞില്ല. നമ്മുടെ കർമ്മം എന്ന് പറയുന്ന ഒരു ചെളിവെള്ളം പോലെയാണ്. ആ ഒരു ചെളിവെള്ളത്തിൽ നാം ഇതാക്കിയാണ്. ഓക്കെ, ഡു ഇറ്റ്. ഇനി പ്രോബ്ലം? ഓക്കെ. നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് ഒരു ചെളിവെള്ളം പോലെയാണ്. ഒരു ചെളിവെള്ളം നാം ധാരാളം വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് അതിനൊരു ശുദ്ധജലമാക്കുന്നെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവനെ നമ്മൾ ശുദ്ധമാക്കുകയാണ് ശിവൻ്റെ സാന്നിധ്യത്തിൽ. ശിവനൊറ്റൊരു ഉദ്ദേശമേ ഉള്ളൂ. ശിവൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അദ്ദേഹം അനുഭവിക്കുന്ന സ്ഥിതിയായിട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ്. നോക്കൂ, നമുക്ക് നമ്മുടെ എല്ലാം ഉദ്ദേശം നാം എപ്പോഴും നമ്മളായി തിരഞ്ഞെടുക്കുന്നതല്ല. നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന അഹന്ത കൊണ്ട് നാം തിരയുന്നതാണ് അല്ലേ. കുഞ്ഞുനാളിൽ നമുക്ക് അപ്പുറത്തിരിക്കുന്ന കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടെയോ മാർഗ് കണ്ട് അവനേക്കാട്ടിൽ വലിയ ആളാവാനുള്ള ശ്രമം. ഇതല്ലേ നമ്മുടെ ജീവിതാഗ്രഹങ്ങളിൽ നാം സഭയിലിരിക്കാൻ വേണ്ടിയിട്ട് എത്ര വലിയ സ്വപ്നങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നാം നമ്മെ അറിയാതെ പോകുന്നത് പ്രകൃതിയായി നമ്മൾ ചേർന്നിരുന്നെങ്കിൽ നമുക്ക് അല്പമെങ്കിലും അറിയാൻ കഴിഞ്ഞേനെ നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത്. നമ്മളെന്നാൽ വികാരങ്ങളിൽ മാത്രം ഏർപ്പെട്ടിരിക്കുമ്പം ഒരിക്കലും ശിവൻ്റെ ഉദ്ദേശമായി നാം എത്തില്ല. ശിവനൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അത് നിങ്ങളിൽ തന്നെ ഉണ്ട്. നോക്കൂ, സാന്നിധ്യത്തിൻ്റെ പ്രാധാന്യം ഇതാണ്. ശിവൻ എവിടൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നൽകുന്നോ അവിടെ നിങ്ങൾ പിന്നെ ഒരിക്കലും ശിവൻ്റെ പദ്ധതിയിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റില്ല. ശിവൻ്റെ പദ്ധതിയിൽ നിങ്ങൾ ഒരു നിമിഷം ആ സാന്നിധ്യത്തിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നയിച്ചോളും നിങ്ങളെ. നിങ്ങളൊരു യാത്രക്കാരൻ മാത്രമായി തീരും. അദ്ദേഹത്തിൻ്റെ ജീവമോക്ഷം അല്ലെ മുക്തി എന്ന് പറയുന്ന അവസ്ഥ വളരെ വലുതാണ് ഈ ജീവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അത് നൽകാനായിട്ടാണ് ശിവൻ്റെ ഏറ്റവും ഉയർന്ന ഭാവം മുക്തി ഗുരുവിൻ്റെയാണ്. അത് അദ്ദേഹം നൽകുന്നത്. നമസ്കാരം.